നമസ്കാരം. വാരണാസിയിൽ മോദിയോട് ഏറ്റുമുട്ടാൻ പ്രിയങ്ക ഗാന്ധിയില്ല. മത്സരിക്കാൻ സാധ്യത മറ്റൊരു BJP കോട്ടയിൽ. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനമായിരുന്നു ഏറെക്കാലം ചർച്ചയെങ്കിൽ ഇപ്പോഴത് പ്രിയങ്ക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതാണ്. കോൺഗ്രസിന് ഏറെ നിർണായകമായ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരകയുടെ റോൾ വിട്ട പ്രിയങ്ക ഗാന്ധി മത്സരാർത്ഥിയുടെ കുപ്പായമിടുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ നിന്നും പ്രിയങ്ക മത്സരിച്ചേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. എന്നാൽ വാരണാസിയല്ല തിരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള പ്രിയങ്കയുടെ അരങ്ങേറ്റം മറ്റൊരു മണ്ഡലത്തിലൂടെ ആയിരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള കോൺഗ്രസ് കുടുംബത്തിലെ ഇളമുറക്കാരിയുടെ കാൽവെപ്പ് തന്നെ BJP കോട്ടയായ ഉത്തർപ്രദേശ് വഴിയാണ്. ഉത്തർപ്രദേശിൽ 2022 അധികാരം പിടിച്ചെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് രാഹുൽ ഗാന്ധി സഹോദരിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രിയങ്കയെ കോൺഗ്രസിന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധിയുമായി കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്തവരും പ്രിയങ്കയെ താരതമ്യം ചെയ്യുന്നത് പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ വലിയ മൈലേജാണ് ഉണ്ടാക്കി നൽകിയിരിക്കുന്നത്. പ്രിയങ്കയുടെ വരവിന് UPയിൽ ഒരു ഓളമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തണമോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കണം. മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം. വാരണാസിയിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ ആകെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തരംഗമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക തന്നെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ഇനി അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പ്രിയങ്ക മത്സരിക്കുമോ ഇല്ലയോ എന്നത് സർപ്രൈസ് ആണെന്നാണ് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയെ കോൺഗ്രസ് മത്സരരംഗത്ത് ഇറക്കുകയാണെങ്കിൽ പോലും അത് മോദിയുടെ വാരണാസിയിലായിരിക്കില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ തന്നെ മറ്റൊരു മണ്ഡലമാവും കോൺഗ്രസ് മാറ്റിവെക്കുക എന്നാണ് സൂചനകൾ. അടുത്തിടെ പ്രയാഗ്രാജ് എന്ന് പേര് മാറ്റിയ അലഹബാദ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പ്രിയങ്കയ്ക്ക് മേൽ സമ്മർദ്ദമുടിയെന്നാണ് ദില്ലിയിലെ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അലഹബാദ് നേരത്തെ കോൺഗ്രസിന് വലിയ അടിത്തറ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ ഇപ്പോൾ BJPയുടെ കയ്യിലുമാണ്. അലഹബാദിൽ മത്സരിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രിയങ്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. കാരണം അലഹബാദിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാവുകയാണ് എങ്കിൽ അത് മൊത്തം പൂർവാഞ്ചൽ മേഖലയിലും വലിയ തരംഗമാണ് ഉണ്ടാക്കുക എന്നാണ് പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. 2014 തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ആകെയുള്ള 80 സീറ്റുകളിൽ 71 BJP തൂത്തുവാരിയിരുന്നു. വാരണാസി ഉൾപ്പെടുന്ന മേഖലയിൽ 29 സീറ്റുകളിൽ 27 സീറ്റുകളും BJP അന്ന് തൂത്തുവാരി. ഇത്തവണ മെയ് 6, 12, 19 തീയതികളിലാണ് ഈ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അലഹബാദിൽ മെയ് 12-നാണ് തിരഞ്ഞെടുപ്പ്. ഏപ്രിൽ 23-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ അലഹബാദ് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നതെങ്കിൽ ആ തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും പ്രിയങ്ക ഇത്തവണ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം. അന്തിമ തീരുമാനം സോണിയയുടെയും രാഹുലിന്റെയും കയ്യിലാണ്. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, VP സിംഗ് എന്നിവരൊക്കെ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് അലഹബാദ്. 1984-ൽ നടൻ അമിതാഭ് ബച്ചനാണ് അലഹബാദിൽ നിന്ന് മത്സരിച്ച് ജയിച്ച അവസാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. മഹാഗഠബന്ധൻ ഇതിനകം തന്നെ അലഹബാദിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. SP-ക്ക് അവകാശപ്പെട്ടതാണ് അലഹബാദ് സീറ്റ്. SP-യുടെ രാജേന്ദ്ര സിംഗ് പട്ടേലാണ് അലഹബാദിലെ സ്ഥാനാർത്ഥി. അതേസമയം വാരണാസിയിൽ പ്രിയങ്ക മത്സരിക്കുകയാണ് എങ്കിൽ മഹാഗഠബന്ധൻ പ്രിയങ്കയ്ക്ക് പിന്നിൽ മോദിക്കെതിരെ അണിനിരന്നേക്കും. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനുകളുമായി ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇമ്മാനുവൽ വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചുകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ 15 ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ്. ഒപ്പം എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾട്ട് ക്യൂട്ട് കാറും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇനി ഓരോ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, നിയർ ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.